ജീവനല്ലായിരുന്നോ അവൻ? അമ്മയ്ക്ക് കഴിഞ്ഞ 10-35 വർഷം താങ്ങും തണലുമായ മകൻ. അവൻ പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ ഉറങ്ങുകയാണ്. ഒറ്റയ്ക്കല്ല, കൂട്ടിന് മകളും പേരക്കുട്ടിയുമുണ്ട്. ഭാര്യ ലക്ഷ്മിക്ക് വെറ്റിലയും പാക്കും കൊണ്ടുവന്നിട്ടുണ്ട് തങ്കപ്പൻ. അന്ന് വൈകിട്ടും ഒന്നിച്ചു മുറുക്കാൻ ചവച്ച് കഥ പറഞ്ഞതാണ്. സങ്കടപ്പേത്തിൽ ചേർത്ത് പിടിച്ചു അന്നത്തെ അയൽവാസി സുഹറ. നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് ഇവിടെ വന്നിട്ട് ഇടപ്പാവന്മാര് ജീവിക്കുകയാണ്. അത്രയും നോക്കാൻ മറക്കാൻ പറ്റാത്ത രീതിയിലാണ് ജീവിതം. വെറ്റിലൊക്കെ മുറുക്കുകയായിരുന്നോ? അമ്മ മുറുക്കും. അപ്പൊ ഞാനും മുറുക്കി പഠിച്ച്. തൊട്ട വീട് അവര് വീട് ഇപ്പോഴും നിൽക്കണ്ട്. ഞങ്ങളെ വീട് പോയി. നമ്മളെ വീട്ടിന് മേലെ വെള്ളം കണ്ടിട്ട് അവര് ഓടിയതായിരുന്നു. മൊത്തം പോയി, എല്ലാരും പോയി. ഇന്നലെ രാത്രി തൊട്ട് ഉറങ്ങിയില്ല. വാട്സപ്പിൽ അപ്പൊ ഓട്ടം വരുന്ന കണ്ടിട്ട് ഹൃദയഭൂമിയിലെ നെഞ്ചു പിടയുന്നുണ്ടാകും ഇവരുടെ ഈ കണ്ണുനീരിൽ. മുണ്ടക്കൈ ദുരന്തത്തിൽ മരിച്ചവർക്ക് ഗാർഡ് ഓഫ് ഓണറും പുഷ്പാർച്ചനയും നൽകി. സർവമത പ്രാർത്ഥനയും നടന്നു. പുത്തുമലയിലെ ഹൃദയഭൂമിയിൽ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് അവരെന്നും എത്തുന്നുണ്ട്. കൈനിറയെ അവർക്കിഷ്ടമായിരുന്ന സാധനങ്ങളുമായി. പുത്തുമലയിൽ നിന്നും ബബീഷ് കക്കോടിക്കൊപ്പം ഷിത ജഗത്, ടീം മീഡിയ 1.